ബെൽജിയത്തിലെ ലീജ് രൂപത 12-ാം നൂറ്റാണ്ടിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സെഹിയോൻ മാളിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് ലീജിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും തീക്ഷ്ണമായി സമർപ്പണം നടത്തിയിരുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നതാണ് അതിന് കാരണം. ദിവ്യകാരുണ്യ ഭക്തയായിരുന്ന കോർണിലോണിലെ വിശുദ്ധ ജൂലിയാന ജനിച്ചത് ലീജിലാണ്. തിരുവോസ്തിയിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തോടുള്ള ഭക്തി ആഘോഷിക്കുന്നതിനായി ഒരു പ്രത്യേക തിരുനാൾ കൊണ്ടാടാൻ വിശുദ്ധ ജൂലിയാന ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ പൂർണ്ണചന്ദ്രൻ്റെ നടുവിൽ കറുത്ത പാടുള്ള ഒരു ദർശനം ജൂലിയാനയ്ക്കുണ്ടായി. ചന്ദ്രൻ സഭയെ പ്രതിനിധീകരിക്കുന്നതായി ഒരു സ്വർഗീയ സ്വരം അവൾ കേട്ടു. വിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനാർത്ഥം ഒരു തിരുനാൾ സഭയുടെ ആരാധനക്രമ കലണ്ടറിൽ കാണുന്നില്ല എന്നതാണ് കറുത്ത പാട് സൂചിപ്പിക്കുന്നത്. ലീജിലെ മെത്രാനായിരുന്ന ബിഷപ്പ് റോബർട്ട് ഡി തോററ്റിനോടും ജാക്വസ് പന്തേലിയോൻ എന്ന വൈദികനോടും ജൂലിയാന ഈ ദർശനത്തെപ്പറ്റി പറഞ്ഞു. ജാക്വസ് പന്തേലിയോനാണ് പിന്നീട് 4-ാം ഉർബൻ എന്ന പേരിൽ മാർപ്പാപ്പയായി. ജൂലിയാന പറഞ്ഞ പ്രകാരം ബിഷപ്പ് റോബർട്ട് 1247 മുതൽ തൻ്റെ രൂപതയിൽ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഫാദർ പിയട്രോ ഡ പ്രാഗ എന്ന വൈദികനുണ്ടായ അനുഭവവും ശ്രദ്ധേയമാണ്. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ തീക്ഷ്ണത കുറഞ്ഞ അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിലെ നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ സംശയമുളവായി. 1263 ബോൾസനയിലെ വിശുദ്ധ ക്രിസ്റ്റീനായുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കവേ തിരുവോസ്തിയിൽ നിന്ന് രക്തം അൾത്താരയിലെ തുണിയിലേക്കും ബലിപീഠത്തിലേക്കും ഒഴുകി. സംഭവമറിഞ്ഞ 4-ാം ഉർബൻ പാപ്പ ഈശോയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഒർവിറ്റോയിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിട്ടു. 1264 ഓഗസ്റ്റ് 11 4-ാം ഉർബൻ പാപ്പ ട്രാൻസിറ്റൂറസ് ഡി ഹോക് മുണ്ടോ എന്ന തിരുവെഴുത്ത് വഴി പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ലത്തീൻ സഭയിൽ എല്ലായിടത്തും ആഘോഷിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ലത്തീൻ സഭയുടെ ചരിത്രത്തിൽ മാർപ്പാപ്പയാൽ അംഗീകരിക്കപ്പെട്ട ആദ്യ സാർവത്രിക തിരുനാളാണ് കോർപ്പസ് ക്രിസ്തി. ഈ തിരുനാളിന് വേണ്ടി വിശുദ്ധ തോമസ് അക്വിനാസ് രചിച്ച ആരാധനക്രമ പ്രാർത്ഥനകളും ഗീതങ്ങളും ഇന്നും സഭയിൽ ഉപയോഗത്തിലുണ്ട്. 4-ാം ഉർബൻ പാപ്പായുടെ മരണശേഷം കോർപ്പു ക്രിസ്റ്റി തിരുനാൾ ചില പ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി. പിന്നീട് 1317 ജോൺ 22-ാം പാപ്പായാണ് ഈ തിരുനാൾ സാർവത്രിക സഭയിൽ പുനഃസ്ഥാപിച്ചത്. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച ഈ തിരുനാൾ ഇന്ന് സാർവത്രിക സഭയിൽ സാഘോഷം ആചരിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തെ കൂടുതൽ സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിതം ക്രമപ്പെടുത്താനും ഈ തിരുനാൾ ഏവർക്കും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓ പരമദിവ്യകാരുണ്യമേ, ഓ ദിവ്യസ്നേഹ പാരമ്യമേ, അനവരതം സ്തുതി സ്തോത്രങ്ങൾ ഏകുന്നനവര